നമസ്കാരം, ഞാൻ ദീപു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ കുറച്ച് ഡോഗ്സിനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പാകിസ്ഥാൻ ബുള്ളി അല്ലെങ്കിൽ ബുള്ളിക്കുത്ത, പിന്നെ നിയോപോളിറ്റൻ മസ്റ്റിഫ് എന്നീ രണ്ട് വെറൈറ്റി ബ്രീഡ്സിനെയാണ്. ഈ രണ്ട് വെറൈറ്റി ബ്രീഡ്സും നമ്മുടെ ജയൻറ്റ് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇതാണ് എൻ്റെ കെനലിൽ കൊണ്ടുവന്നിരിക്കുന്ന പാകിസ്ഥാൻ ബുള്ളി അല്ലെങ്കിൽ ഇന്ത്യൻ മസ്റ്റിഫ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ബുള്ളിക്കുത്ത എന്നും അറിയപ്പെടും. ഇവനിപ്പം ഏകദേശം 1.5 വയസ്സത്തോളം ആവുന്നു. പിന്നെ ഇവൻ്റെ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പോകുന്നുണ്ട്. ഇവൻ്റെ പപ്പീസിന് വേണ്ടിയിട്ട് ആവശ്യക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബുള്ളിക്കുത്തയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വർക്കിംഗ് ലൈൻ ഡോഗാണ്. അപ്പോൾ മെയിൻലി ഹണ്ടിങ് ആൻഡ് ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ടൈപ്പ് ഡോഗ്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് മെയിൻലി കണ്ടുവരുന്നത് ഹരിയാന, പഞ്ചാബ് ആ ഒരു സൈഡിലത്തേക്കാണ്. പിന്നെ ഞാനിവിടെ കൊണ്ടുവന്നേക്കുന്ന ഒരു വെറൈറ്റി ബ്രീഡിനോട്ടുള്ളൊരു താല്പര്യം മൂലം അവരെ ഇവിടെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ എൻ്റെ ബുള്ളിക്കുത്ത ഞാനിവിടെ എത്തിച്ചു എന്നേ ഉള്ളൂ. ബുള്ളിക്കുത്ത എന്ന് പറയുന്ന ഒരു ഡോഗ് ബ്രീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രൂമിങ് വളരെ എളുപ്പമായിട്ടുള്ളൊരു വെറൈറ്റിയാണത്. ഇപ്പോൾ ഹ്യൂജ് ഡോഗ് ആണെന്ന് പറഞ്ഞാലും ആൾക്ക് അങ്ങനെ ഗ്രൂമിങ്ങിൻ്റെ സ്പെഷ്യൽ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും അത്യാവശ്യം എല്ലാ ഡോഗ്സിനും ചെയ്യുന്ന പോലുള്ളൊരു കാര്യമുള്ളൂ. അല്ലാതെ ഇതധികം ഹെയറി ബ്രീഡൊന്നും അല്ലാത്തതുകൊണ്ട് നോക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഡൾട്ട് മെയിൽ ഡോഗിന് ഏകദേശം ഒരു 80 തൊട്ട് ഒരു 110 അതിൻ്റെ ഒരു ഇടയ്ക്ക് നിൽക്കും. നല്ലൊരു ബ്രീഡാണെങ്കിൽ, നല്ലൊരു ഡോഗാണെങ്കിൽ. ഫീമെയിൽ ആണെങ്കിൽ ഒരു 70-100 നിൽക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. മെയിൻലി കണ്ടുവരുന്ന ബ്രിൻഡിൽ ബ്രൗണ്, ബ്ലാക്ക് ആ ഒരു കളറ് ഷെയ്ഡിലാണ് നമ്മൾ കണ്ടുവരുന്നത്. എൻ്റെ ഈ ബുള്ളിക്കുത്ത എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് സാധനമാണ്. ഇപ്പോൾ ഈ ബുള്ളിക്കുത്തയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ അധികം കാണാത്തൊരു വെറൈറ്റി ബ്രീഡാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് പണ്ട് കാലത്ത് ഈ വാറിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോഗാണ്. മെയിൻലി ഇതിനെ ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫൈറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഈ ബുള്ളിക്കുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒരു നല്ലൊരു വർക്കിംഗ് ലൈൻ ഡോഗാണ്. അപ്പം ഏറ്റവും കൂടുതലൊരു വ്യായാമമൊക്കെ ആവശ്യമുള്ള ഒരു ഡോഗാണിത്. ഒരു വെറൈറ്റി ബ്രീഡാണ്, ഹ്യൂജ് വെറൈറ്റി ബ്രീഡാണിത്. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വെറൈറ്റി ബ്രീഡിനെ പറ്റി ആർക്കും അറിയാത്തത് കൊണ്ട് നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആളിപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റഡ് പപ്പിയെ തിരക്കി ആൾക്കാർ വരാറുണ്ട്. എൻക്വയറീസ് അത്യാവശ്യത്തിൽ കൂടുതൽ വരാറുണ്ട്. ഇവൻ്റെ പപ്പീസിനെ ഒരു 4 സ്റ്റഡ് പപ്പിയെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുമുണ്ട് കേരളത്തിൽ തന്നെ. പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഏകദേശം അവനൊരു 30 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഒരു പപ്പിക്ക് 30 രൂപ റേഞ്ചിലാണ് ഞാൻ അവൻ്റെ പപ്പിയെ കൊടുക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഇവനെ മീറ്റിങ്ങിന് വരുന്ന ഡോഗ്സിന് ഞാൻ സ്റ്റഡ് ഫീസ് മേടിക്കാറുള്ളത് 4000 രൂപയാണ്. 4000 രൂപയും ഒരു പപ്പിയുമാണ് എൻ്റെ കണ്ടീഷൻ. ഞാൻ ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ പൊതുവേ ഫീമെയിൽ ഡോഗ്സിനെ മേറ്റ് ചെയ്ത് കൊടുക്കാറ്. ഞാനങ്ങനെ ക്യാഷ് മീറ്റിംഗ് ചെയ്യാറില്ല. കാരണം എനിക്കിവിടെ എൻക്വയറീസ് വരുന്നത് കൊണ്ട് ഞാൻ പൊതുവേ ക്യാഷ് മീറ്റിങ്ങിനോട് കൈവെക്കാറില്ല. എൻ്റെ ഈ ബുള്ളിക്കുത്തേൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവന് രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവനെ പുറത്തിറക്കി അവനെ നടത്താൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത്യാവശ്യം ഓട്ടവും ചാട്ടവും എല്ലാം കഴിഞ്ഞിട്ട് ആശാന് വെള്ളം കൊടുക്കും. ഇവന് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്റ്റഡ് ഡോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവൻ്റെ ഫുഡിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. ഇവന് ഞാൻ രാവിലെ ഡ്രൈ ഫുഡ് കൊടുക്കും. ഡ്രൈ ഫുഡിനൊപ്പം മുട്ട ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ എക്സ്ട്രാ കാൽഷ്യം സിറപ്പും അതുപോലുള്ള ടോണിക്സും ആവശ്യത്തിനുള്ളത് ഞാൻ ആഡ് ചെയ്താണ് കൊടുക്കാറുള്ളത്. പിന്നെ ഇവൻ്റെ ഗ്രൂമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രൂമിങ് വലിയ കാര്യത്തിലൊന്നും വേണ്ടാത്തൊരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഞാനിവന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിടും അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഇയർ വാക്സ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ അല്ലാതെ നെയിൽ നോക്കും. പിന്നെ എല്ലാ ബോഡി ഫുള്ളൊന്ന് ഒന്ന് ഓടിച്ച് നോക്കും. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കും. അല്ലാതെ വലിയ ചിലവൊന്നും ഇല്ല. വലിയ ചിലവെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഫുഡിങ്ങിൻ്റെ കാര്യമുള്ളൂ. ഫുഡിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഡോഗാണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള ഒരു സൈസും കാര്യങ്ങളും കയറി വരണമെങ്കിൽ നമ്മൾ അതുപോലെ കെയർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു എക്സ്പെൻസ് എനിക്ക് വരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറുള്ള ഡോഗാണ്. നമ്മൾ പറയുന്ന മനസ്സിലാവുന്നു. അല്ലാതെ അത്യാവശ്യം പുറത്തുനിന്ന് ആൾ വന്ന് നല്ലൊരു ഗാർഡിങ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഈ ബുള്ളിക്കുത്തയ്ക്ക്. ഇപ്പം എൻ്റെ ബുള്ളിക്കുത്തയുടെ 4 സ്റ്റഡ് പപ്പി എന്ന് പറയുന്നത് മെയിൻലി പോയിരിക്കുന്നത് ഈ എസ്റ്റേറ്റ് കാവലിന് അല്ലെങ്കിൽ നല്ലപോലെ പ്രോപ്പർട്ടീസ് ഉള്ളവർക്ക് അവിടുത്തെ കാവലിനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യത്തിനാണ് എൻ്റെ പപ്പീസ് 4 പോയിരിക്കുന്നത്. അപ്പം അത്യാവശ്യം കോമ്പൗണ്ടും കാര്യങ്ങളെല്ലാം ഉള്ളവരാണെങ്കിൽ
നല്ല ഗാർഡിങ്ങും ആവശ്യമുള്ളവരാണെങ്കിലാണ് നമ്മൾ ഈ ബുള്ളിക്കുത്ത എന്ന് പറയുന്ന ഈ ബ്രീഡ് ചൂസ് ചെയ്യുന്നത് തന്നെ. അവർക്ക് അത്രയ്ക്ക് വിശ്വാസം കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഡോഗിനെ ചൂസ് ചെയ്യുന്നത്. വെൽ ട്രെയിൻഡ് ആയിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ അഗ്രഷനും കാര്യങ്ങളും എല്ലാം കുറയ്ക്കാം. പിന്നെ ഡോഗിനോടാണെങ്കിൽ, മറ്റുള്ള ഡോഗ്സിനോടാണെങ്കിൽ ആൾ നല്ല ടെററായിട്ടുള്ളൊരു മൈൻഡ് തന്നെയുള്ളൊരു ഡോഗാണ്. കാരണം അതിന് ബൈറ്റ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് നമ്മൾ പൊതുവെ ട്രെയിൻ ചെയ്യിച്ചിട്ടാണ്. വേറെ ഒരു ഡോഗിൻ്റെ കൂടെ ഇടാനുള്ളതാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളൊരു ഡോഗിനെ കടിക്കുമ്പം ബൈറ്റ് ഫോഴ്സ് കാരണം നല്ല ഇഞ്ചുറീസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് എടുത്ത നിയോപോളിറ്റൻ മസ്റ്റിഫ് എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. ഇവനിപ്പോൾ 1.5 വയസ്സാവുന്നു. അപ്പോൾ ഇവൻ്റെ സ്റ്റഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിയോപോളിറ്റൻ മസ്റ്റിഫ് എന്ന് പറയുന്ന ഒരു ജയൻറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. നിയോപോളിറ്റൻ മസ്റ്റിഫ് എന്ന് പറയുന്ന ഡോഗിൻ്റെ ഒറിജിൻ ഇറ്റലിയാണ്. ഇവനെ ഞാൻ പപ്പി സ്റ്റേജിലെടുത്തതാണ്. ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ ഇവനെ മെയിൻലി ആൾക്കാർ വന്നെടുക്കുന്നത് ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നവരുണ്ട്, എന്ന് വെച്ചാൽ ഒരു പെറ്റ് ഡോഗായിട്ട് എടുക്കുന്നവരുണ്ട്, പിന്നെ ഗാർഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നവരുണ്ട്. അത്യാവശ്യം നല്ല കോമ്പൗണ്ടും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണ് ഇതിനെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കെയറിങ്ങിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിന് ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂസായിട്ടുള്ള സ്കിൻ കാരണം ഈ കണ്ണിൽ പീള അടിക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ പോലെ വരാറുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നമുണ്ട് ഇതിന്. പിന്നെ ഫുഡ് കഴിക്കുമ്പം ഫേസൊക്കെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഈ ഫുഡൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ കയറിയിരിക്കാനുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ ഒരു വെറൈറ്റി ബ്രീഡിൻ്റെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്റ്റീവ് നേച്ചർ ഉള്ളൊരു ഡോഗ് തന്നെയാണ്, നല്ലൊരു വർക്കിംഗ് ലൈൻ തന്നെയാണ്. നമുക്ക് ഇത് കുറച്ച് വെറൈറ്റി കളേഴ്സിൽ കാണാം. നമുക്ക് ഇപ്പോൾ മെയിൻലി കണ്ടുവരുന്ന ബ്ലാക്ക്, ബ്രിണ്ടിൽ, ബ്ലൂ, അങ്ങനത്തെ കുറച്ച് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ മഹാഗണി അങ്ങനെയൊക്കെ പറഞ്ഞ് കളർ വരുന്നുണ്ട്. നമ്മുടെ ഒരു നിയോയുടെ ഒരു അത്യാവശ്യം ഒരു ആവറേജ് ഡോഗിൻ്റെ ഒരു ഹൈറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു മെയിൽ ഡോഗ് ആണെങ്കിൽ ഒരു 70 മുതൽ ഒരു 80 വരെ ഒരു സെൻറ്റിമീറ്ററിനുള്ളിൽ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഡോഗ് ആണെങ്കിൽ ഒരു 50 മുതൽ 60 വരെ ആ ഒരു റേഞ്ച് നിൽക്കും. നിയോ എന്ന് പറയുന്ന വെറൈറ്റി ബ്രീഡ് ജയൻറ്റ് കാറ്റഗറിയിലുള്ള ആയതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് കുറവാക്കാം നമുക്ക്. എൻ്റെ ഈ കിടക്കുന്ന നിയോയുടെ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ആൾ ലോയലാണ്, പക്ഷെങ്കിൽ നല്ല രീതിയിൽ ടെമ്പർമെൻറ്റും കാണിക്കുന്ന ഒരു ഡോഗാണ് എൻ്റെ ഈ കിടക്കുന്നത്. എൻ്റെ നിയോയ്ക്കും പാകിസ്ഥാൻ പുള്ളിക്കും ഏകദേശം സെയിം ടൈപ്പ് വർക്കൗട്ടും പിന്നെ അല്ലാതെ ഫുഡിൻ്റെ കാര്യങ്ങളും സെയിം തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇറക്കി നടത്തുകയും അത്യാവശ്യം ഒരു 1 കിലോമീറ്റർ ഏകദേശം നടത്തുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ അത്യാവശ്യം ഒന്ന് ഓട്ടവും ചാട്ടമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ചെറിയൊരു ലൈറ്റ് വർക്കൗട്ടൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡിലേക്ക് കൊടുക്കുന്നത്. പിന്നെ വെള്ളം ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട് നമ്മൾ. കാരണം ഇത്രയും വർക്ക് ചെയ്യുന്ന ഒരു ഡോഗിന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അകത്ത് ചെല്ലേണ്ട ആവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഫുഡിൻ്റെ ഡ്രൈ ഫുഡ് രാവിലെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ഇതുപോലത്തെ ജയൻറ്റ് ബ്രീഡ്സിന് മാക്സിമം വർക്കൗട്ട് കൊടുക്കണമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം നമ്മൾ ഫുഡ് മാത്രം കൊടുത്തിട്ട് ഒരു ഡോഗിനെ ഒരു കൂട്ടിലിട്ട് വളർത്തുകയാണെങ്കിൽ അത് കയറി നല്ലപോലെ ശരീരം വലുതാകാൻ വേണ്ടി ചാൻസ് ഉണ്ട്, നല്ലപോലെ ഫാറ്റ് അടിയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് അതുപോലുള്ള ഇഷ്യൂസൊക്കെ വന്നിട്ട് സ്ട്രോക്ക് പോലെ വന്നിട്ട് പട്ടി മരിച്ചു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഈ ടൈപ്പ് ഡോഗ്സിനൊക്കെ. അപ്പോൾ അത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ ജയൻറ്റ് വെറൈറ്റീസിന്. ഇപ്പം നമ്മൾ ഒരു നിയോയുടെ അല്ലെങ്കിൽ ഒരു ബുള്ളിക്കുത്തയുടെ പപ്പി എടുക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് കസ്റ്റമേഴ്സിനോട് അറിയിക്കുന്ന ഒരു കാര്യമാണ്, എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6x6 തന്നെ മാക്സിമം, അല്ലെങ്കിൽ ഒരു 6x5 തന്നെ അളവിലുള്ള ഒരു കൂട് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഡോഗിന് ഇത് ഹ്യൂജ് ഡോഗ് ആയതുകൊണ്ട് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് നിൽക്കാനും കറങ്ങാനും ഒന്ന് ഓടിക്കളിക്കാനുള്ളൊരു സെറ്റപ്പ് ആ കൂട്ടിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഈ മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാക്സിമം നമുക്ക് പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരുപക്ഷെ വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഡോഗ് കൂട്ടിനകത്ത് കിടന്ന് വല്ലാണ്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ബുള്ളിക്കുത്ത അല്ലെങ്കിൽ നിയോപോളിറ്റൻ മസ്റ്റിഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രൂമിങ് കുറച്ച് വേണ്ട നല്ല ഗാർഡിങ് തരുന്ന ഒരു വെറൈറ്റി ജയൻറ്റ് ബ്രീഡ് തന്നെയാണ്.
അപ്പോൾ മാക്സിമം നമുക്ക് നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഗാർഡിങ് ആണ്. ഇതുപോലെ തന്നെ ഹ്യൂജ് ബ്രീഡ്സിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബുള്ളിക്കുത്ത അല്ലെങ്കിൽ നിയോപോളിറ്റൻ മസ്റ്റിഫിനെ തന്നെ ചൂസ് ചെയ്യാം. പിന്നെ അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഒരു മടി കാണിക്കത്തില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ആ കഴിക്കുന്ന ഫുഡിനുള്ള നന്ദി കാണിക്കുന്നതിന് ഒരു വെറൈറ്റി ബ്രീഡ്സാണ് ഈ 2 ബ്രീഡ്സും.